മന്ത്രിമാർക്ക് സ്ഥാനം നഷ്ടപ്പെടുന്ന വിവാദ നിയമ ഭേദഗതി പിന്തുണച്ച് കോൺഗ്രസ് നേതാവ് ശശി തരൂർ ബില്ലിൽ തെറ്റ് കാണുന്നില്ലെന്നും തരൂർ വാദിച്ചു. വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് ചേരുന്നുണ്ട്. റഷീദ്, ബില്ലിൽ തെറ്റ് കാണുന്നില്ലെന്നാണ് തരൂരിന്റെ വാദം. വിശദാംശങ്ങൾ. പ്രിയ, തീർച്ചയായും കോൺഗ്രസിനെ വീണ്ടും വെട്ടിലാക്കുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ ശശി തരൂർ MP വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും രാജ്യത്തെ സംസ്ഥാനങ്ങളിലുള്ള മുഖ്യമന്ത്രിമാരുടെയും പ്രധാനമന്ത്രിമാരുടെയും ഒക്കെ തന്നെയും ഈ പദവി നഷ്ടപ്പെടുന്ന തരത്തിലുള്ള വിവാദമായിട്ടുള്ള ബില്ലിനെ പിന്തുണക്കുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ ശശി തരൂരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. ബില്ലിൽ തെറ്റില്ലെന്നും അതേസമയം ബില്ലിൻ്റെ മേലുള്ള ചർച്ചകൾ JPCയുടെ നേതൃത്വത്തിൽ നടക്കട്ടെ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ദേശീയ മാധ്യമത്തോടുള്ള പ്രതികരണത്തിൽ ശശി തരൂർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ, അതായത് 2 മണിക്ക് ലോക്സഭ വീണ്ടും പുനരാരംഭിക്കുമ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ ലോക്സഭയിൽ ഇതുമായി ബന്ധപ്പെട്ട ബില്ല് അവതരിപ്പിക്കാനിരിക്കെയാണ് ഇപ്പോൾ ഈ കോൺഗ്രസിനെയും അതോടൊപ്പം ഇന്ത്യ സഖ്യത്തിനെയും ഒക്കെ തന്നെ വെട്ടിലാക്കിക്കൊണ്ട് ശശി തരൂരിൻ്റെ ഒരു പരാമർശം പ്രധാനമായും വരികയും ചെയ്തിട്ടുള്ളത്. ഈ ബില്ലിനെ ശക്തമായി എതിർക്കുമെന്ന നിരവധിയായിട്ടുള്ള MP മാർ, ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP അടക്കമുള്ള MP മാരൊക്കെ തന്നെയും നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും 12 മണിയോടുകൂടി നേരത്തെ ലോക്സഭ പിരിഞ്ഞിരുന്നു. ഇനി 2 മണിക്കാണ് ആരംഭിക്കുക. ഈ 2 മണിക്ക് ആരംഭിക്കുമ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ബില്ലുകൾ, ഈ ബില്ലിന്മേലുള്ള ഒരു അവതരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് നേരത്തെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ ബില്ല് അവതരിപ്പിക്കുമ്പോൾ ഒബ്ജക്ഷൻ നൽകിക്കൊണ്ട് ശക്തമായിട്ടുള്ള പ്രതിഷേധം നടത്തുമെന്ന് NK പ്രേമചന്ദ്രൻ MP അടക്കമുള്ള ആളുകൾ അല്പസമയം മുമ്പാണ് ഇപ്പോൾ പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും കോൺഗ്രസിനെയും ഇന്ത്യ സഖ്യത്തിനെയും വീണ്ടും വെട്ടിലാക്കുന്ന സമീപനമാണ്, അല്ലെങ്കിൽ ഒരു നിലപാടാണ് ഇപ്പോൾ ശശി തരൂരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. BJPയുടെ അതോടൊപ്പം കേന്ദ്ര സർക്കാരിനെയും ഇത്തരത്തിൽ പുകഴ്ത്തുന്ന നിരവധിയായിട്ടുള്ള നിലപാടുകൾ നേരത്തെയും ശശി തരൂരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇനി ശശി തരൂരിൻ്റെ പാർലമെൻറ്റിനകത്ത്, അതായത് ലോക്സഭയിൽ എന്തായിരിക്കും തരൂരിൻ്റെ നിലപാട് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമാകുന്നത്. ശരി, അബ്ദുൾ റഷീദാണ് വിവരങ്ങൾ നൽകിയത്.